ഗോപു, ഇന്ന് ഞാൻ ആകെ മൊത്തം ടെൻഷനിലാട്ടോ. ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് ഒരു വണ്ടിയിൽ പോയി ഹിറ്റ് ചെയ്തേനെ. അതെയോ? ആന്നേ, ഈ കോഴികളെയും കൊണ്ട് രാവിലെ വരുന്ന വണ്ടിയില് ഉം. ജസ്റ്റ് അയാൾ എങ്ങനെയാ വന്നേന്ന് അറിയില്ല. നമ്മളുടെ ആ റൗണ്ട് അബൌട്ടിന്റെ അവിടെ ആ. പെട്ടെന്ന് അങ്ങ് കേറി വന്നു. ആ. പെട്ടെന്ന് എനിക്ക് ചവിട്ടാൻ പറ്റിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ഇതാണെടാ അതിന്റെ ടെൻഷൻ ഞാൻ മാറിയിട്ടില്ല. ഞാൻ മടിക്കുന്നത്. എനിക്ക് ഇതാണ് ഈ റോട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഒരു രീതിയിൽ പോകുമ്പം അൺഎക്സ്പെക്റ്റഡ്ലി ആരെങ്കിലും വരുമ്പോ രഞ്ജു എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാണ്ടാണ്. പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. പക്ഷെ ഗോപു, നമ്മളങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങണ്ടേ? ഇങ്ങനെ കെയർലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നവർ ഇഷ്ടംപോലെ ഉണ്ടാവും റോഡില്. എല്ലാവരെയും റെഡിയാക്കി നമുക്ക് ഓടിക്കാൻ പറ്റില്ല. സോ നിന്റെ അടുത്ത് ഞാൻ എപ്പോഴും അത് തന്നെയാ ഞാൻ ഗോപുവിന്റെ അടുത്ത് അല്ല, പറയുന്നേ. പണ്ടും രഞ്ജു നീ കുറച്ച് വർഷങ്ങളായില്ലേ ഞാൻ തുടങ്ങാൻ മടിച്ചതിന്റെ കാര്യം. ഉം. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവാണ്. പക്ഷെ നീ പറഞ്ഞ പോയിന്റ്സ് ഇല്ലേ, ഏത് സമയത്തും കുട്ടികളെ പിക്ക് ഡ്രോപ്പ്, അതെ, ഹസ്ബൻഡ് ബിസി ആണെങ്കിലും നമ്മുടെ കാര്യങ്ങള്, അതെ, പാരന്റ്സിന് ഒരു അത്യാവശ്യം വന്നാൽ നമുക്ക് ഹോസ്പിറ്റൽ, ഇതൊക്കെ ഓഡ് അവേഴ്സിലാ വരുന്നത്. അതെ, അതെ. എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നീ പറഞ്ഞ പോയിന്റ് കറക്റ്റാ. പക്ഷെ ഈ പ്രോബ്ലം എന്താ വെച്ചാൽ റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോ അവിടുത്തെ ആ സിറ്റുവേഷൻ അപ്പൊ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും വന്നിട്ടില്ല. ഞാനിപ്പം പോകാൻ പറ്റുന്നതും പെട്ടെന്ന് ആ റെസ്പോൺസിൽ നമുക്ക് ബ്രേക്ക് ഔട്ടാൻ പറ്റുന്നതും എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഇങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. നിനക്കറിയോ, എനിക്കൊരു വലിയ ആക്സിഡന്റ് ഒക്കെ നടന്നിട്ടുണ്ട്. എന്തോ പറഞ്ഞൊരു ആ, ഓർമ്മ വന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഇതുപോലെ ഒരു ടേണിങ്ങിന്റെ അവിടെ വന്നപ്പം ഒരു വലിയ ലോറി, അത് ട്രക്ക്, ഉം, അതിങ്ങനെ വരുമായിരുന്നു. ഉം, അപ്പൊ ഞാൻ ഇതിലെ വഴി പോവാ, അയാൾ നോക്കിയില്ല, അയാൾ ഇങ്ങനെ വന്നൊരു ഒറ്റ ഇടി ഇടിച്ച് എന്റെ സൈഡിലുള്ള ഡോറ്, ബാക്കിലത്തെ ഡോറ് ഉം, എല്ലാം ചളുങ്ങി. ഉം, ഈ ഡോർ ഇങ്ങനെ ചളുങ്ങി ഉള്ളിലേക്കായി. ഉം. എന്നിട്ട് അടയുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് ഡ്രൈവ് ചെയ്തിട്ടാണ് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയത്. പക്ഷെ അവിടുന്നും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ഞാനപ്പോ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉം, പക്ഷെ അന്നും ഈ കാറ് സർവീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പം എന്റെ ഹസ്ബൻഡ് എന്താ പറഞ്ഞെന്നറിയോ, ഉം, തന്നെത്താനെ നീ അതേ കാർ എടുത്തിട്ട് പോകാൻ. ഉം. അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവമേ, ഇനി എന്തെങ്കിലും ആക്സിഡന്റ് ആവുമെന്ന്. പക്ഷെ അന്ന് തന്നൊരു ധൈര്യത്തിന്റെ മുകളിൽ എനിക്കിപ്പം ഒരു പ്രശ്നവും ഇല്ല. എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും നമ്മൾ പോകും. യൂഷ്വലി എല്ലാവർക്കും എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്ന് സ്ക്രാച്ചേ ആവുള്ളായിരിക്കും. കറക്റ്റ്, പക്ഷെ ടെൻഷൻ അടിച്ചിട്ട് കറക്റ്റ്, പിന്നെ നമ്മൾ കറക്റ്റ്. വണ്ടി എടുക്കാൻ ഭയങ്കരമായിട്ട് പേടിക്കും. ഉം, അത് ആ പേടി നമ്മൾ ഒന്ന് ഓവർകം ചെയ്തു കഴിഞ്ഞാൽ ഉം. പിന്നെ നമുക്ക് ലൈഫ് വലിയ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് പിന്നെ വണ്ടി എടുക്കാൻ പറ്റും. അതെ, എന്റെ ആന്റി പറഞ്ഞ ഓർമ്മയുണ്ട്. അവര് ഉം. ഡൽഹിയിലായിരുന്നു. ഉം. ആന്റി സ്റ്റാർട്ടിങ്ങില് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിടാ. ആ. ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇരിക്കുക, എനിക്ക് തോന്നുന്നു ഫ്യൂ മന്ത്സ് ആയിരിക്കും ആയിണ്ടാവുക. ആ. ഹാ. ഹാ. അധികം കോൺഫിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ ആ. അവരെവിടെയോ പോയി ഹിറ്റ് ചെയ്തു ഉത്തര ഓ. കാറ്. ഓ. കാറ് ഹിറ്റ് ചെയ്ത് ആ ഒരു ടെൻഷൻ അങ്ങോട്ട് വന്നില്ലേ, ഉം. അതിനുശേഷം അവർക്ക് ഡ്രൈവ് ചെയ്യാൻ തോന്നിയിട്ടില്ലാന്ന്. പിന്നെ തോന്നിയിട്ടില്ല. അവര് ഡ്രൈവ് ആ. ചെയ്തില്ലാന്ന്. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു മിക്സ്ഡ് ഫീലിംഗാ. നിങ്ങളൊക്കെ പറയുമ്പോ ഡ്രൈവ് ചെയ്യുന്നവര്, നീയും നമ്മുടെ ഉം. ബാക്കി ഫ്രണ്ട്സ് ഡ്രൈവ് ചെയ്യുന്നവര് അതെ, അതെ. പറയുമ്പോ എന്താ വെച്ചാൽ അവർക്ക് എല്ലാത്തിനും ആലോചിക്കേ വേണ്ട. അതെ, അതെ. എപ്പോ പോണോ പ്ലാനിങ്ങിന്റെ അധികം ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അതെ, നിങ്ങൾ അതെ. ഡിസൈഡ് ചെയ്തു, നിങ്ങൾക്ക് പോവാം. കറക്റ്റ്, അല്ലെ? കറക്റ്റ്, ആരെയും കറക്റ്റ്. ഡിപ്പെൻഡ് ചെയ്യണ്ട. പിന്നെ സേഫ്റ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓൺ വെഹിക്കിളിൽ ട്രാവൽ ചെയ്യുന്നത് ഒരു അതെ, ഗ്രേറ്റ് അതെ, എക്സ്റ്റെന്റ് വരെ അതെ, സേഫ് അതെ. ആണ്. ഇപ്പം ഇതിന്റെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താന്ന് ഉം, പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് പണ്ട് യുഎസിലും അങ്ങനെ ഉം, അങ്ങനെയൊക്കെ ട്രാവൽ ഉം, ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഉം, ഞാൻ തനിയാണ്. ഉം, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ഇൻ ലോയ്ക്കോ ഉം, അല്ലെങ്കിൽ പിള്ളേർക്കോ ഉം, എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു, ഒരു ഉം, ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്, ഉം, എനിക്ക് കാറും എടുത്തിട്ട് ധൈര്യമായിട്ട് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. ഏത് ടൈം ഓഫ് ദി ഡേ ആണെന്ന് നമ്മൾ നോക്കുക വേണ്ട. ഉം. അപ്പൊ നമുക്ക് പോയി നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോയി നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു കൺവീനിയൻസ്. ആ ടൈമിലൊക്കെ നമുക്ക് ഈ ഓഡ് അവേഴ്സിൽ അറിയത്തില്ലാത്ത ഓട്ടോക്കാരെ വിളിക്കാനും അതെ, ഒക്കെ ഒരു അതെ, പേടിയുണ്ടായിരുന്നു. അതെ, അതെ. അപ്പം അതൊന്നും ഇല്ല. ഇപ്പം ആണെങ്കിൽ ഹസ്ബൻഡ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് കുറച്ച് നൈറ്റാ വരുന്നെങ്കിൽ തനിയെ പോയി പിക്ക് ചെയ്തിട്ട് വരാനുള്ള ഒരു ധൈര്യമുണ്ട്, ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ട്. ഉം. അത് പറഞ്ഞപ്പോൾ ഓർമ്മയില്ലേ, ഉം. നമ്മള് ഒരു പ്രാവശ്യം എന്റെ ഹസ്ബൻഡ് ഇതുപോലെ ഹൈദരാബാദ് പോയപ്പം ആ. ഞങ്ങള് രണ്ടുപേരും കൂടെ, ഞാൻ ഡ്രൈവ് ചെയ്തു, അപ്പൊ പുള്ളിക്കാരി അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ പോയി എയർപോർട്ടിൽ പോയി പോയി ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് കുറെ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഫുഡൊക്കെ വെളിയിലടിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. ശരി, ശരിയാ. ഓർമ്മയുണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു പക്ഷേ ഉണ്ടെടാ. അതായത് ആ. സമ്മതിച്ചു. ആ. എല്ലാം സമ്മതിച്ചു. പക്ഷേ എന്ന് പറഞ്ഞാ പുറത്തേക്ക് എടുത്ത് റോട്ടിലെത്തി പ്രതീക്ഷിക്കാത്ത ട്രാഫിക്കിൽ പെട്ടു.
അല്ലെങ്കിൽ ഒരു പോട്ടെ അതൊക്കെ വിടട്ടെ, ഒരാള് നമ്മളെ വന്ന് തട്ടി ഉം. വിചാരിച്ചോളൂ, ആ. അയാൾ ഇത്തിരി ഭയങ്കര aggressive ആയി സംസാരിച്ച ഉം. ഡ്രൈവ് ചെയ്യുന്ന ആളല്ലേ ഇറങ്ങി പോയി ഹാൻഡിൽ ചെയ്യണ്ടേ? അതെ. അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആ കോൺസിക്വൻസ് ഒക്കെ എന്താന്നറിയോ, ആലോചിക്കുമ്പോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഉള്ളി ആലോചനയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം ഈ നെഗറ്റീവ്, നെഗറ്റീവ്, നെഗറ്റീവ്. അയ്യോ അങ്ങനെ വന്നാ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അയ്യോ ഇങ്ങനെ വന്നാ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന്? പക്ഷെ ഒരു ഉം, സിറ്റുവേഷൻ വരുമ്പം ഉം, ഞാൻ പറയാണ് ഉം. നമ്മളെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ. അപ്പം ഒരു ടെൻഷനും ഇല്ലാണ്ട് നമ്മള് ഹാൻഡിൽ ചെയ്യും. ഉം, നമ്മള് കറക്റ്റ് ഇതില് പോവാ. ഉം, നമ്മള് ഓവർ സ്പീഡ് ചെയ്യാണ്ട് ഉം, ഇരിക്കുക. ഉം, നമ്മൾ ഇതുപോലെ പോയി പെട്ടെന്ന് പോയി ഒരാളെ കട്ട് ചെയ്തിട്ട് പോവാണ്ടിരിക്കുക. ഉം, ആ ഒരു സെൻസ് ഉണ്ടെങ്കിൽ, ഉം, ഡ്രൈവ് ചെയ്യാനുള്ളൊരു സെൻസ് ഉണ്ടെങ്കിൽ, ഉം. സി വി ആർ നോട്ട് റോങ് ഇൻ എനി വേ, ഓക്കെ. റൈറ്റ്? വല്ലവരും വന്ന് നമ്മളെ ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉം, നമ്മളത് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഉം, ഡാമേജ് നമുക്കാ വന്നേ. അപ്പം അങ്ങനെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. അന്ന് ഞാൻ പറഞ്ഞില്ല, ട്രക്ക് ഇടിച്ചപ്പം എനിക്ക് ഷുവർ ഞാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് തന്നെയാ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. ആ പുള്ളിക്കാരൻ നോക്കിയില്ല എന്നേ ഉള്ളൂ. സൈഡിൽ നോക്കിയില്ല, ഒരു വണ്ടി ഉള്ളത് നോക്കിയില്ല. ഉം, ഉം, അപ്പം എനിക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ തന്നെയാ പോയത്. ബിക്കോസ് അന്ന് ഹസ്ബൻഡ് കൂടെ ഇല്ല, ഉം, മദർ ഇൻ ലോ ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് പിള്ളേരെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നത്. ഉം. അപ്പം നമ്മൾ തെറ്റല്ല എന്ന് നമ്മളുടെ കോൺഷ്യസിന് അറിയുകയാണെങ്കിൽ പിന്നെ നമ്മള് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് ഉം. തോന്നണില്ല. രണ്ടാമത് ഇപ്പൊ ക്യാമറാസും ഉണ്ടല്ലോ നമ്മളെ അതെ. കാറിന്റെ ആ, ഡാഷ്ബോർഡ്, കറക്റ്റ്. അതേപോലെ ഷോപ്സിലൊക്കെ ഉള്ളത് അതെ, കാരണം അതെ. അന്ന് നിനക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവളുടെ മിസ്റ്റേക്കേ അല്ലായിരുന്നു. ആ, അവള് വണ്ടി പാർക്ക് ചെയ്തിടത്തുനിന്ന് എടുക്കുമ്പം അതെ, ഒരാള് ടൂ വീലറിൽ കുട്ടീനെയും അതെ. ആ, കൊണ്ടായിട്ടോ വന്നൂന്ന് അയാള് തട്ടിയവളെ. അതെ. മീൻസ് അയാളുടെ ആ, മിസ്റ്റേക്ക് കൊണ്ട് ആ മിറർ തട്ടിയിട്ട് അയാള് ഫുള്ളി യെല്ലേത് അവിടെ കറക്റ്റ്. വലിയ ഇഷ്യൂ അതെ, ഉണ്ടാക്കി. അതെ, അതെ. ഭാഗ്യത്തിന് അവിടെ സൈഡിൽ ഉണ്ടായിരുന്ന ഏതോ ഷോപ്പില് CCTV. അതെ, ടിവിയില് ആ അതെ. പിക്ചർ ക്ലിയർ ആയിട്ട് വന്നതുകൊണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴാ കണ്ടുപിടിച്ചു. കുറച്ചും കൂടി ധൈര്യം അതെ, വരുന്നുണ്ട് അതെ, കേട്ടോ. അതെ, അതെ. സി വലിയ പ്രോബ്ലംസ് പോയി ചാലും. ആ, അതെന്താന്നറിയോ, നമ്മളുടെ ആ ഫ്രണ്ട് ഇല്ലേ, ആ, ആ ഫ്രണ്ടിന് അതിനു മുമ്പേയും ഒരു ആക്സിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. വേറൊരു വണ്ടി NH പോയി ബാക്കിൽ വന്ന് ആ, ഇടിച്ചിരുന്നു. ആ, അപ്പം അതുപോലെ ഞാൻ പറയുന്നത്, സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉം, നമുക്കൊരു ധൈര്യം വരും. നമ്മള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉം, നമ്മളുടെ ഒരു എന്താ പറയാ, നമുക്കറിയാലോ നമ്മൾ റോങ് സൈഡിലാണോ പോയത്, അതോ നമ്മൾ ഓവർ സ്പീഡ് ചെയ്തോ, എന്താന്ന് ഉം, നമുക്കറിയാലോ. ഉം, നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഉം. അപ്പൊ പിന്നെ റൂൾസ് നന്നായിട്ട് ഫോളോ ചെയ്യുക. കറക്റ്റ്. പിന്നെ എന്റെ അടുത്ത പ്രോബ്ലം, ഞാൻ സ്പീഡ് വളരെ കുറവാടാ. രണ്ട് ഇഷ്യൂസ് വെച്ച് എനിക്കൊന്ന് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വരുന്ന രണ്ട് ഇഷ്യൂ. ചിലവര് ഭയങ്കര സ്പീഡിൽ പോവും, അപ്പോഴും നമ്മളെ ഇൻസ്ട്രക്ടേഴ്സ് പറയും സ്പീഡ് കുറയ്ക്കുമെന്ന്. ഞാൻ സ്പീഡ് വളരെ കുറവാണ്. അപ്പം പക്ഷെ ഞാൻ സ്വന്തം എന്താ പറയണേ അറിയോ, സ്പീഡ് കുറവാണെങ്കിലും കുഴപ്പമില്ലല്ലോ, നമ്മൾ പതുക്കെ 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 പോയിട്ടല്ലേ സ്പീഡ് കൂട്ടേണ്ടത്. അതെ. ആ, പക്ഷെ നീ ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ആ, വർഷമായി? അതൊന്നും കൗണ്ട് ചെയ്യാൻ പാടില്ല അല്ലേ? എന്തറിയോ, ബാക്കിലെ ആൾക്കാരെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ. നമ്മൾ ഒതുങ്ങി സൈഡിൽ കൂടിയാ പോണേച്ചാല് സ്പീഡ് ഇപ്പൊ കുറഞ്ഞ കുഴപ്പമുണ്ട്. എന്റെ കുഴപ്പം- ഫാമിലിയിൽ പല ആൾക്കാരും എന്നെ കളിയാക്കും, ഞാൻ പോണ കണ്ടാ അറിയാം നടന്നാലും എത്തുന്നു. എന്റെ ചിരി കണ്ടപ്പോഴും മനസ്സിലായി. എന്താ പറയാ, അത് 40 ഓഡോമീറ്റർ തൊട്ടിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോ തുടക്കക്കാരാണെങ്കിൽ പതുക്കെ പോവുക. പക്ഷെ അവരെനിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യാത്തത് നിങ്ങളൊക്കെ ചെയ്തോളൂ, റെഗുലർ ആയിട്ട് വണ്ടി എടുക്കുക അല്ല. അതെ, അതെ, അതെ. പിന്നെ Regular. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വല്ലതും വരുമ്പോൾ അവള് പറഞ്ഞതൊക്കെ ഓർമ്മിക്കുക. കാരണം അങ്ങനെ പോയി പോയി പോയിട്ട് ചിലപ്പോ നമുക്കൊരു ധൈര്യം വരും. ശ്രമിക്കുക, ഞാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉം, ഒരു കാര്യം കൂടി ഉണ്ട് ഉം, ഫേസ് ചെയ്യുന്നത്. ഉം, എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം പിള്ളേരെ സ്കൂളിലോട്ട് വിടേണ്ട ഒരു ആവശ്യം ഉം, വന്നാലും ഉം, ഇപ്പം ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഓടുകയാണ്. ആ ഉം, ഒരു ധൃതി വെച്ചിട്ടാണ് ഉം, പോകുന്നത്. അപ്പോൾ ചിലപ്പം ഈ ലേഡീസിന് കുറച്ച് ഓവർ സ്പീഡ് ചെയ്യാനും ഉം. ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി വരാറുണ്ട്, അതെ. ഇൻക്ലൂഡിങ് മീ. ആ. അപ്പം ചിലവരൊക്കെ ഹസ്ബൻഡിനെ വിളിച്ച് പറയാറുണ്ട്, ആ. വൈഫ് കുറച്ച് സ്പീഡിലാ പോയേ എന്നൊക്കെ പറയാറൊക്കെ ഉണ്ട്. പക്ഷെ ഐ ഹാവ് മൈ ഓൺ റീസൺസ്. ആ റീസൺസ് ഒന്നും വാലിഡ് അല്ല എന്ന് എനിക്കറിയാം. ഉം. എന്നാലും അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ, നല്ല തിരക്കുള്ള ടൈമിൽ പോകുമ്പോൾ എക്സ്ട്രാ കെയർഫുൾ ആയിട്ടിരിക്കുക, കുറച്ചും കൂടെ പ്ലാൻ ചെയ്യുക. അതിൽ എനിക്ക് തോന്നുന്നു ഉം. എനിക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ലൈക്ക് എൻ്റെ പണി കുറച്ചും കൂടെ ഉം. നേരത്തെ ആക്കിയിട്ട് പോകാൻ വേണ്ടിയുണ്ട്. അതിൽ മാത്രമാണ് എനിക്ക്. പക്ഷെ അത് ആ ഒരു കൺട്രോൾ നിനക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു അറിവാണോ നിനക്ക് കോൺഫിഡൻസ് തരുന്നത് ആ, സ്പീഡ് ചെയ്യാൻ വേണ്ടി? ആയിരിക്കാം. ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി എടുക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്കൊരു കോൺഫിഡൻസ് വരുന്നത്. ആദ്യം സ്പീഡിൽ പോകാൻ നമ്മൾ ആരും പോവില്ലല്ലോ. കറക്റ്റ്. അപ്പം അങ്ങനെ അതും പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരു ആ, ചേച്ചി. അതാ ഞാൻ പറയാൻ കാരണം. അതെ. അവര് പറഞ്ഞു വേറെ ആര് ഡ്രൈവ് ചെയ്താലും ആ, അവരുടെ ഫാമിലിയിൽ അവരുടെ ഹസ്ബൻഡോ സണ്ണോ ഈവൻ ഡ്രൈവറെ ഹയർ ചെയ്യുമ്പോൾ അവര് പറയുന്ന അവരുടെ കോൺഫിഡൻസ് അവര് സ്റ്റിയറിംഗിൽ ഇരിക്കണം. അതെ, അതെ, എന്താണെന്ന് വെച്ചാൽ correct. യു ആർ അതെ, കൺട്രോൾ. അതെ, അതെ. അപ്പം വെരി അത് ട്രൂ. എനിക്ക് തോന്നുന്ന വിത്ത് എക്സ്പീരിയൻസ് മാത്രം വരുന്ന ഒരു കാര്യമായിരിക്കും. സത്യം, സത്യം, അല്ലടാ, സത്യം. അതെ. നിനക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടാ ഇപ്പോഴാണോ? മീൻ ഇപ്പല്ല,
സൂണർ ആണോ കോൺഫിഡൻസിലേക്ക് വന്നത്, അല്ലെങ്കിൽ തുടക്കത്തിലേ നിനക്ക് ആ ഇല്ല ഇഷ്ടം ഇല്ല കൊണ്ടൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? തുടക്കത്തിൽ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഞാൻ ടൂ വീലറിന് മാത്രം ഓടിക്കുന്ന ഒരാളായിരുന്നു. ഓ. ഫോർ വീലർ എനിക്ക് പേടിയായിരുന്നു. ഉം എന്നെക്കൊണ്ട് ഹും. പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ടൈമായിരുന്നു. ഉം ഹും. പക്ഷേ ഹസ്ബൻഡും അഗൈൻ മദർ ഇൻ ലോയും ഉം. കൂടെയാണ് ഫോഴ്സ് ചെയ്തത് മുഴുവൻ. ഇല്ല, പിള്ളേരൊക്കെ വളരുന്നു, ടൂ വീലർ ഈസ് നോട്ട് സേഫ് എന്നൊക്കെ ഉം. പറഞ്ഞിട്ടാണ് ടൂ അങ്ങനെ. വീലർ ആണോ ഈ റോഡിൽ പോകുമ്പോ നമുക്ക് എന്താണ് ഇത്ര ടൂ വീലറിന്ന് ഫോർ വീലർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പലവരും വന്നത്? അതെന്താന്ന് പറഞ്ഞാൽ, ഉം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ടൂ വീലർ എന്ന് പറഞ്ഞാൽ എതിലെ വഴി വേണമെങ്കിലും പോവാം. ഇറ്റ് വിൽ ടേക്ക് ഓൺലി ലെസ് സ്പേസ്. ഓക്കെ. പിന്നെ പാർക്കിങ്ങിന് ഒരു ടെൻഷൻ ഇല്ല. സത്യം. അതാണ് ഏറ്റവും വലിയൊരു ആ. പ്രശ്നം. ടൗണിലൊക്കെ കാറ് പാർക്ക് ചെയ്യാൻ നമ്മൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ പിന്നെ ആ കൺവീനിയൻസിന് വേണ്ടിയാണ് ഈ ടൂ വീലർ എടുത്തിട്ട് പോകുന്നത്. ടൂ പക്ഷേ വീലർ പഠിക്കാൻ ഈസിയാണോ? പഠിക്കാൻ ആക്ച്വലി ആ. ഫോർ വീലറിൽ നമുക്ക് ബാലൻസ് വേണ്ടല്ലോ, ആ. കയറി ഇരുന്നാൽ മതി. ഓക്കെ. സ്റ്റിയറിംഗ് ബാലൻസ് മാത്രം മതി. ടൂ വീലറിലാണ് കുറച്ചും കൂടെ ബാലൻസ് വേണ്ടിയത്. ഓക്കെ, ഫൈൻ. ബാലൻസ് പെട്ടെന്ന് പോയി താഴെ വീഴാനുള്ള ചാൻസ് കൂടുതലും ടൂ അത് വീലറിലാണ്. കറക്റ്റ് ആണ്. സേഫ്റ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാറ് തന്നെയാണ്, ഫോർ വീലർ തന്നെയാണ് സേഫ്. ഉം. പക്ഷെ ടൂ വീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ കുഞ്ഞിത് വലിയ ടെൻഷൻ ഇല്ല. എവിടെ വേണമെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാം, ഉം. എവിടെയെങ്കിലും കൊണ്ട് സ്കൂട്ടർ നിർത്തിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പോയി വാങ്ങാം. അങ്ങനത്തെ ഒരു കൺവീനിയൻസ് ആണ് ടൂ വീലറിനുള്ളത്. ഉം. പക്ഷെ ഫോർ വീലർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൂ വീലറിലോട്ട് പോകുമെന്ന് ചോദിച്ചാൽ ഞാൻ പോവില്ല. എനിക്ക് ഓക്കെ. ഭയങ്കര കൺവീനിയന്റ് ആണ് ഇപ്പൊ ഫോർ ഫോർ വീലർ. വീലർ. അപ്പൊ മഴ ടൂ നോക്കണ്ട, ഓ വെയിൽ ആ നോക്കണ്ട, പിന്നെ ഇതുപോലെ ബാലൻസ് തെറ്റുമെന്ന് നോക്കണ്ട. ശരിയാ. അങ്ങനെ കുറെ. വെതറിന്റെ കാര്യങ്ങളും കുറെ അതെ കാര്യങ്ങളുണ്ട് അതെ നമുക്ക് അതെ ഫോർ വീലറിൽ പോകുമ്പം. ഒന്നും കൂടി ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോടാ, ആരോ ഉണ്ട് ടൂ വീലറിൽ അവര് കംഫർട്ടബിളി പോണ ആ ആളാണ്. ഫോർ വീലറിലേക്ക് പറയുമ്പം അവര് പറയുന്നത്, നമ്മൾ വെച്ചാൽ എനിക്ക് ഈ മടിയുള്ള കാരണം ഞാനിത് ആൾക്കാരോട് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഒരു ആ കാര്യമാണ്, ആ നിങ്ങൾ എന്താ ഇത് ചെയ്യുന്നേ, ആ എന്താ ആ ചെയ്യാത്തേന്ന്. അപ്പൊ അവര് പറഞ്ഞു ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നന്നായിട്ട് റോഡ് ആ യൂഷ്വലി റോഡ് യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് ഉം, റോഡ് ഉം. റൂൾസും അങ്ങനത്തെ സൈഡും അങ്ങനത്തെ പ്രോബ്ലം ഇല്ലല്ലോ പറയുമ്പോ അവര് പറയുന്നത് ടൂ വീലറിലാകുമ്പാണ് അവർക്ക് കുറച്ചും കൂടി കൺട്രോളും വ്യൂവും ഉം. എല്ലാം കിട്ടുന്നതെന്ന്. നീ രണ്ടും ചെയ്തുകൊണ്ടാ ചോദിക്കണത്, നിനക്ക് അങ്ങനെ വല്ല ഡിഫറൻസും ഇല്ല തോന്നിയിട്ടില്ലേ? ഇല്ല 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 അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഓരോന്ന് നമ്മൾ യൂസ് ടു ആയി വരുമ്പോ സത്യം, ഉണ്ടാവും അത്രേ ഫോട്ടോ. ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ബാക്കിലിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒന്ന് ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ടൂ വീലറിൽ നിന്ന് താഴെ വീഴും. ഓക്കെ. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോ കാറിൽ നമുക്കറിയാലോ, നമ്മൾ പിള്ളേരെ കൊണ്ട് പോകുമ്പോ എന്തോ അവിടെ പാട്ടിട്ട് ഡാൻസ് കളിയും ഒക്കെയാണ്, നമുക്കൊരു ടെൻഷൻ ഇല്ല. അപ്പം സത്യം. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കിന് പിള്ളേര് വലുതാവുമ്പോഴും ഉം. അതാണ് ഞാൻ നമ്മളുടെ സിന്ധുവിന്റെ അടുത്തും പറയുന്നത്, ടൂ വീലർ മാറ്റി ഫോർ വീലർ ഓടിക്കാൻ തുടങ്ങും, കുട്ടികളൊക്കെ വലുതായി, അപ്പം ബുദ്ധിമുട്ടാണെന്ന്. അപ്പം അവർക്ക് അവരുടേതായ റീസൺസ്. പക്ഷെ എന്തായാലും വണ്ടി ഓട്ടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ധൈര്യം വന്ന വണ്ടി സുഖമായിട്ട് എടുക്കാൻ തോന്നുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ആരാണ്. മുമ്പേ ഒരു കാര്യം, ഉം. ഈ പറയുന്ന ആളെ മോട്ടിവേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത് ആരാ മോട്ടിവേറ്റ് ചെയ്തതെന്നൊന്ന് ചോദിച്ചു നോക്കിയേ. അല്ല, ഇത് കഥ അതല്ല കേട്ടോ. ഞാൻ അത് പറയുമ്പോ ബാക്കിയുള്ളവർ വിചാരിക്കും ഞാൻ വേറെ എന്തോ പറയാം. ഞാൻ പണ്ട് ഈ പറഞ്ഞ ഒരു ലൈസൻസ് എടുത്ത് വെച്ചു, പക്ഷെ അത് കഴിഞ്ഞ ധൈര്യം പറഞ്ഞ കാര്യമേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് രഞ്ജു ഇതേപോലെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് നന്നായി ഓട്ടിക്കുന്നവര്, അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ത് രസാ ഇവര് ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലത്തും എത്തണു, പിന്നെ എന്താ അറിയാ വിളിച്ചാ ഓടി വന്ന് പിക്ക് ചെയ്യും. അങ്ങനെ ആ രസം കണ്ട് കണ്ട് ഞാനിത് ഇവരോട് പറഞ്ഞു തുടങ്ങി. രഞ്ജു ആണ് വിടാതെ പിടിച്ചത്. ആ അതേപോലെ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് നിങ്ങളോട് ഒരുപാട് പറയുന്ന മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫ്രണ്ട് പറയുന്ന അനുസരിച്ചോളൂ കേട്ടോ. അതെ. അങ്ങനെ ഞാൻ പതുക്കെ വണ്ടി എടുത്ത് തുടങ്ങി. അവളുടെ 10-ലൊന്നും ആയിട്ടില്ല, പക്ഷെ അവൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഞാനും അതേപോലെ സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് പോകും. അപ്പൊ നിങ്ങളും കൗണ്ട് യുവർ ബ്ലെസ്സിങ്. വീട്ടിൽ എന്തെങ്കിലും വെഹിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓട്ടിക്കാൻ ശ്രമിക്കൂ, പറ്റും. സേഫ് ആയിട്ട് ഓടിക്കും, അതെ അതാണ് അതെ. ഏറ്റവും ടേക്ക് ഇമ്പോർട്ടന്റ്. കെയർ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് ഹാവ് എ നൈസ് ടൈം. ബൈ.